ഒരു കാലത്ത് നമ്മളൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ബേക്കറിയിലെ ഈ ഒരു കടല ബിസ്ക്കറ്റിന് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? വീട്ടിൽ വിരുന്നാർ വരുമ്പോൾ ഈ മിക്സഡ് ബിസ്ക്കറ്റ് കൊണ്ടുവരൂലേ, എരിവൊക്കെ ഉള്ള. അതിൽ എൻ്റെ ഫേവറേറ്റ് ഈ ഒരു കടല ബിസ്ക്കറ്റ് ആയിരുന്നു കേട്ടോ. ഈ ബിസ്ക്കറ്റ് ഒന്ന് നോക്കിക്കേ, ക്രാക്കൊക്കെ വേണ്ടിയിട്ട് അതേപോലെ ഇല്ലേ കാണാൻ. അപ്പം എങ്ങനെയാണെന്നല്ലേ? അപ്പോൾ ആദ്യം തന്നെ ഒരു 1/4 കപ്പ് വറുത്ത കടലെടുത്ത് ഞാൻ പൊടിച്ച് വെക്കുന്നുണ്ട്. ഇനി 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയിലേക്ക് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഇഷ്ടമുള്ള ഏതാണോ അത് ചേർത്തെടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നല്ലോണം മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി, പൊടിച്ച് വെച്ച കടല, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഏലക്കായൻ്റെ പൊടി, കുറച്ച് ഉപ്പും പിന്നെ 1 ടീസ്പൂൺ പീനട്ട് ബട്ടറും കൂടി ചേർത്ത് നല്ലോണം കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുന്ന ടൈമിൽ ടൈറ്റ് ആണെങ്കിൽ കുറച്ച് പാല്, ലൂസ് ആണെങ്കിൽ കുറച്ച് മൈദയും കൂടി ചേർത്തെടുത്ത് നമുക്ക് കറക്റ്റ് ആക്കി എടുക്കണം. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി കയ്യിലിട്ട് ഉരുട്ടി ഷേപ്പ് ആക്കി എടുത്തിട്ട് ഇതേപോലെ ആക്കിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കടല വെച്ചെടുക്കുന്നു കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് കുക്കീസ് കട്ടറിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ എല്ലാം ആക്കിയെടുത്തതിന് ശേഷം ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ഞാൻ ഓവനിൽ 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 25 മിനിറ്റ് വെച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബിസ്ക്കറ്റ് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. മുകളിൽ നല്ല ബ്രൗൺ കളറും ക്രാക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേപോലെ കേട്ടോ ബിസ്ക്കറ്റ് കിട്ടിയത്. ഇത് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ബേക്കറിയിൽ കിട്ടുന്ന അതേ സ്റ്റൈലും അതേ ടേസ്റ്റിലും കിട്ടുന്നു. അപ്പോൾ ഇനി മക്കൾക്ക് ബേക്കറിയിൽ പോയിട്ട് ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കാണ്ട് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ.